തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നവനെ നോക്കി ദക്ഷ. ഇച്ചായ ഇനി പോയാലോ? അവരൊക്കെ എവിടെയാവോ? ഇനിയും വൈകിയ അമ്മയും അച്ഛനും ഒക്കെ എന്ത് കരുതും? പിന്നെ അഗ്നി വീട്ടിലെന്താ പറഞ്ഞതെന്നൊന്നും അറിയില്ല. പോണു ദക്ഷ, എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അയ്യോടാ എഴുന്നേറ്റേ. നോ പ്ലീസ് ഇച്ചായ, വാ എഴുന്നേൽക്ക്. മടിച്ചാണെങ്കിലും എഴുന്നേറ്റ് അവളുടെ മുന്നിൽ നിന്നു. പോവാം. ആ അങ്ങനെ അങ്ങ് പോവാണോ? അല്ലാതെ പിന്നെ അത് ഇനി ഞാൻ പറയണോ? ഓ അതാണോ? ദക്ഷ ആദമിൻ്റെ കവളിൽ ഒരു ചുംബനം നൽകിയതും അയ്യേ അവിടെയല്ല, ദാ ഇവിടെ. അതും പറഞ്ഞ് അവൻ്റെ ചുണ്ടിൽ വിരൽ തൊട്ട് കാണിച്ചതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്നാ കണ്ണടയ്ക്ക്. അവൾ പറയുന്നിട്ട് കണ്ണടച്ചു നിന്നും ദക്ഷമല്ലി പിറകിലേക്ക് നടന്നു. അല്പം മാറി നിന്നു. ഡാ നസ്രാണി, വേണേൽ ഇങ്ങോട്ട് പോര്, ഞാൻ താഴെ കാണും. അതും പറഞ്ഞൊരു ഓട്ടമായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് കണ്ണു നോക്കിയതും കണ്ടു ചിരിയോടെ ധാവണിയും പൊക്കി പിടിച്ച് ഓടുന്നവളെ. ഡി നിന്നെ ഞാൻ എടുത്തോളാം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ പിറകെ നടന്നു. താഴെ എത്തിയപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന ഡെന്നിയെ കണ്ടത്. ദച്ചു. അവന്റെ വരവ് കണ്ട് അവൾ ഒരു ചിരിയോടെ നോക്കി. പെട്ടെന്നാണ് അവനെ മുഴുവനായി ഒന്ന് ശ്രദ്ധിച്ചത്. ആകെ നനഞ്ഞിട്ടുണ്ട്. അവിടെയും ഇവിടെയും എല്ലാം ചെളികളുണ്ട്. ഡെന്നിച്ച, ഇതെന്താ ഡ്രസ്സൊക്കെ നനഞ്ഞ ചെളിയിൽ? എന്താണെന്ന് നിന്റെ പുന്നാര കൂട്ടുകാരോട് ചോദിക്കും. അവൾക്ക് ഭ്രാന്ത, നല്ല മുഴുത്ത ഭ്രാന്ത്. ദച്ചു ഞെട്ടി നോക്കി. എന്താ ഡെന്നിച്ച? അപ്പോഴേക്കും ആദമും പിറകെ എത്തിയിരുന്നു. ഡാ നീ വേഗം വാ, ജെനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താ? ഹാ, ഇവളുടെ കൂട്ടുകാരിയും ഇവളുടെ പുന്നാരനിയും തന്നെ പണിയാ ഈ കാണുന്നത്. ഈശ്വരാ. ആദമും ദച്ചവും ഡെന്നിയുടെ കൂടെ അങ്ങോട്ട് പോയി. വേദന കൊണ്ട് കാല് പിടിച്ച് കരയുന്ന ജെന്നിയെ കണ്ടതും അയ്യോ ജെനി, എന്താ എന്താ ഉണ്ടായേ? ഏയ് ഒന്നുമില്ല ദക്ഷ, ഒന്ന് വീണു, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല വേദനയുണ്ട്. ദച്ചു അടുത്ത് നിൽക്കുന്ന ഗീതുവിനെ നോക്കി തലക്കൊനിച്ച് കൊച്ചുകുട്ടിയെ പോലെ നിന്ന് ഏങ്ങി നിൽക്കുന്നുണ്ട്. ആദം, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, എനിക്ക് നന്നായി വേദനിക്കുന്നു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വണ്ടി എടുത്ത് വരാം. ആദം പറഞ്ഞ് ആദം നടന്നു. വണ്ടിയും എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു. ജെനിയും ദച്ചുവും കൂടെ അവളെ പിടിച്ച് കാറിലെ കയറ്റി. ദച്ചു, എന്നാൽ ഞങ്ങൾ പോട്ടെ? ശരി, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കണം. ദച്ചു ആദമിനെ നോക്കി. ഇച്ചായ വിളിക്കാം. ഓക്കെ ബായ്. ഡെന്നി കാറിൽ കയറുന്നതും ഗീതുവിനെ നോക്കി. കുട്ടിപ്പിശാച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ആദം പറഞ്ഞ് തിരിഞ്ഞ് കാറിൽ കയറി. അവർ പോയി മറിഞ്ഞതും ദച്ചു ഗീതുവിനെ നോക്കി. ഡീ നീ എന്തിനാ ഈ മൂങ്ങുന്നേ? വീണതും വേദനിക്കുന്നതും അവൾക്ക്, എന്നിട്ട് നിന്ന് മൂങ്ങുന്നത് നീയാണല്ലോ. അത് പിന്നെ അങ്ങനെ ചീറി വരുന്ന കണ്ടപ്പോൾ വേറൊരു മാർഗവും കണ്ടില്ല. എന്നാലും എൻ്റെ ഗീതു ആ പാവത്തിനോട് ഇത്രയ്ക്ക് വേണമായിരുന്നോ? ഇവിടെ നിന്റെ കൂട്ടുപ്രതി. അവനെല്ലാം കണ്ട് പിന്നെ അങ്ങ് ഓടി. ദച്ചു, അവൻ ഓടിയ വഴി ഇനി പുല്ല് പോലും മുളക്കത്തില്ല. എന്നാലും കഷ്ടമുണ്ട് ഗീതു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ? നേരത്തെ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞ് ഞങ്ങൾ താഴെ എത്തുമ്പോൾ നിന്നെ കൂടെ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടാവുമെന്ന് പറഞ്ഞു പോയതാ. എന്നിട്ടിപ്പോൾ കുടം കൊണ്ടുപോയി ഉടച്ചേക്കുന്നു. ഗീതു ചുണ്ടുകൂർപ്പിച്ച് ദശുവിനെ നോക്കി. നോക്കണ്ട, വാ ഇങ്ങോട്ട്. അവനിനി എവിടെ ആവോ? രണ്ടുപേരും നടന്നു. അല്പം എത്തിയതും ചേച്ചി വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും ദേ നിൽക്കുന്നു വിളിച്ചോണ്ട് അപ്പു. ഗീതു അവനെ തിരിച്ചു നോക്കി. സോറി ഗീതു ചേച്ചി, ആ ചേട്ടൻ വീണപ്പോൾ ഞാൻ പേടിച്ചു, അതാ ഞാൻ ഓടിയേ. ചേച്ചിക്കും ഓടി രക്ഷപ്പെട്ടുവിടാർന്നോ? നിഷ്കളങ്കമായി പറയുന്നവനെ ഒന്ന് നോക്കി നിന്നു ദച്ചുവും ഗീതവും. മതി, വാ ഇങ്ങോട്ട്. അതും പറഞ്ഞു ദച്ചു അവനെയും പിടിച്ചു. 3 പേരും മുന്നോട്ട് നടന്നു. വീടിനടുത്ത് എത്താറായതും കണ്ടു തങ്ങളെ നോക്കി നിൽക്കുന്ന അഗ്നിയെ. ഒരു നിമിഷം 3 പേരും ഒന്ന് പകച്ചു. അവന്റെ തലയിലൊരു കെട്ടുണ്ട്. അവർ നടന്ന് അവനടുത്തെത്തിയതും ഇത്ര നേരം അമ്പലത്തിൽ പ്രാർത്ഥനയിലായിരുന്നോ എൻ്റെ ദക്ഷക്കുട്ടി? അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അല്ല, അപ്പോൾ കൂട്ടുകാരനൊക്കെ കണ്ട് എപ്പോ എത്തി? വാ നടക്ക്, വീട്ടിലേക്ക് പോവാം. എൻ്റെ ദക്ഷക്കുട്ടിയുടെ പിറന്നാൾ കേക്ക് മുറിക്കേണ്ടേ നമുക്ക്? ദക്ഷയ്ക്ക് അവൻ്റെ സംസാരം വല്ലാത്ത അരോചകരമായി തോന്നി. അവർ വേഗം വീട്ടിലേക്ക് നടന്നു. അവർ വരുന്ന കണ്ടതും ദേവിയാനി ഉമ്മർത്ത് നിന്ന് അത് കണ്ട് പുഞ്ചിരിച്ചു. പെട്ടെന്ന് മുഖം പരിഭ്രാന്തിയിലേക്ക് മാറി. അയ്യോ മോനെ, എന്താണ് എൻ്റെ മോനെ പറ്റിയേ? ദേവിയാനിയുടെ ശബ്ദം കേട്ടാണ് ലക്ഷ്മിയും രാഘവനും അങ്ങോട്ട് വന്നത്. അഗ്നിയെ കണ്ടതും അയ്യോ മോനെ, എന്താ പറ്റിയേ? മോളെ തെച്ചു, എന്താ മോളെ ഇത്? അഗ്നിമോൻ എന്താ പറ്റിയത്? അത് അമ്മ. അപ്പോഴേക്കും അഗ്നി പറഞ്ഞു. ഏയ് ഒന്നുമില്ല ആൻറ്റി, ഞാനൊന്ന് വീണു. ദച്ചു അപ്പോൾ തന്നെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മുറിവ് കെട്ടി. അല്ലേ ദച്ചു? അഗ്നി പറഞ്ഞതും അവളവനെ നോക്കി. വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കുന്ന അഗ്നിയെ കാണെ മുഖം തിരിച്ചു അവൾ. അയ്യോ മോനെ, നല്ല വേദന ഉണ്ടോ? ഏയ് അതൊന്നുമില്ല അമ്മേ, ഇത് ചെറിയ മുറിവ്. നിങ്ങളെല്ലാവരും വാ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതും പറഞ്ഞ് അഗ്നി അകത്തേ കയറി. പിറകെ ബാക്കിയുള്ളവരും. ദച്ചു വേഗം മുറിലേക്ക് നടന്നു. ഗീതു പിറകെ നടന്നതും ദേവയാനി അവളുടെ കയ്യിൽ പിടിച്ചു. മോളിങ് വാ, നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതും പറഞ്ഞ് അവളെയും കൊണ്ടുപോയി. ഈ സമയം അഗ്നി ദക്ഷയുടെ പിറകെ മുറിയിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. തൻ്റെ പിറകെ ഗീതു ആണെന്ന് കരുതി കയ്യിലെ ഇലച്ചീന്ത് മേശയിൽ വെച്ച് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന അഗ്നി കണ്ട് ഒന്ന് പതറി 2 അടി പിറകോട്ടേക്ക് വെച്ചു ദച്ചു. നിങ്ങളെന്താ ഇവിടെ? എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാം.
എങ്ങനെ കിടന്ന് തിളക്കല്ലേ പെണ്ണെ. ഹോ സത്യം പറയാലോ, രാവിലെ നിന്നെ കണ്ടപ്പോ കടിച്ചു തിന്നാനാ തോന്നിയത്. ചീ. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. എടോ, തന്നോട് പുറത്തു പോകാനാ പറഞ്ഞേ. ആ, എന്റെ പെണ്ണിന്റെ മുറിയിലേക്കല്ലേ ഞാൻ വരേണ്ടത്. ഒരു വഷളം ചിരിയോടെ അവളെ അടിമുടി നോക്കിയവൻ. അത് കണ്ടതും ദക്ഷവേഗം പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി രണ്ടടി അവന് മറികടന്നെത്തിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ പിറകിലെ ബെഡിലേക്ക് തള്ളിയവൻ. പേടിയോടെ അവന്റെ പ്രവൃത്തിയിൽ പകച്ചുപോയി അവൾ. അഗ്നിയുടെ ആ പ്രവൃത്തിയിൽ പകച്ചവനെ നോക്കിയവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവനെ ദേഷ്യത്തോടെ നോക്കി. എടോ, താനെന്തായി കാണിക്കുന്നേ? മാറ്, എനിക്ക് പോണം. ഇല്ലെങ്കിൽ താനിപ്പോ ഒച്ച വെച്ച് അല്ലാതെ വിളിക്കും. ആ, അത് കൊള്ളാം. എങ്കിൽ വിളിക്ക്. ഞാൻ പറയും നീ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഡോർ ലോക്ക് ചെയ്തതാണെന്ന്. ഇപ്പോൾ ഞാനെന്ത് പറഞ്ഞാലും അത് നിന്റെ അച്ഛനും അമ്മയും എല്ലാം വിശ്വസിക്കും. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു അവനെ. ഒരു വഷളം ചിരിയോടെ അവളെ അടിമുടിയും നോക്കി അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചതും അവൾ പിറകിലേക്ക് നീങ്ങി. ചുമരിൽ തട്ടി നിന്നതും അവൻ അവളുടെ അടുത്തേക്ക് ചിരിയോടെ നടന്നെടുത്തു. എന്റെ ദക്ഷക്കുട്ടി എന്തിനാ പേടിക്കുന്നേ? ഞാൻ തന്ന ഡ്രസ്സ് ഇടാൻ പറ്റില്ല. പകരം ഞാൻ വേറൊരു സമ്മാനം തരട്ടെ. ചീ, തന്നോട് പോവാനാ പറഞ്ഞേ. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവളുടെ ഇരു കൈയിലും അവന്റെ പിടി മുറുകിയിരുന്നു. വിട്, എന്നെ വിട് അമ്മ. ഉറക്കലറാൻ തുടങ്ങിയതും അവൻ അവളെ ഒരു കയ്യിൽ ചേർത്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് അവളുടെ വാപ്പുത്തി പിടിച്ചു. അടങ്ങി നിൽക്ക് പെണ്ണെ. നിന്റെ ഈ കാർക്കൂന്തലിലുള്ള മണം. പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിഴകളിലേക്ക് മുഖം പൂഴ്ത്തി ആഞ്ഞു ശ്വസിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ഡോറിൽ മുട്ട് കേട്ടതും ചേച്ചി അപ്പുവിന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ വിടർത്തി ഡോറിലേക്ക് നോക്കി ദക്ഷ. ഡോർ മുട്ടി വീണ്ടും വീണ്ടും അപ്പു വിളിക്കുന്ന കേട്ട് അഗ്നി ദേഷ്യത്തോടെ അങ്ങോട്ട് നോക്കി പല്ല് കടിച്ചു. പെട്ടെന്ന് ദക്ഷ അവന്റെ കൈക്കുള്ളിൽ കടിച്ചതും കയ്യൊന്ന് അയഞ്ഞു തോന്നിയതും ഉള്ള എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവനെ ആഞ്ഞു നിലത്തേക്ക് തള്ളി അവൾ. ഓടി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കണ്ണുകൾ നിറഞ്ഞ് പേടിച്ചു നിൽക്കുന്ന ദച്ചുവിനെ കാണേ അപ്പു എന്തായെന്നർത്ഥത്തിൽ നോക്കി. എന്താ ചേച്ചി, ചേച്ചി കരയണോ? അപ്പു അതും പറഞ്ഞ് അവൾ അപ്പുവിനെ നോക്കി. പിന്നെ മുറിയിലേക്ക് നോക്കി. ദച്ചു നോക്കുന്ന കണ്ട് അപ്പുവും അങ്ങോട്ടേക്ക് നോക്കി. നിലത്ത് വീണ് കിടക്കുന്ന അഗ്നി കണ്ടതും അപ്പുവിനെ ദേഷ്യത്തോടെ നോക്കി. ചേച്ചി, നീ വാ അപ്പു. അതും പറഞ്ഞ് അഗ്നിയും തുറച്ചു നോക്കി അപ്പുവിനെയും കൂട്ടി വേഗം അമ്മയുടെ അടുത്തേക്ക് പോയി ദച്ചു. ഡാ ചീള് ചെക്ക, നീയാ ഇപ്പൊ എൻ്റെ എല്ലാ കാര്യങ്ങളും തടസ്സം. എനിക്കറിയാം കല്ലെറിഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റിയത് നീയാണെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടുന്ന് കരുതേണ്ട. നീ ചെയ്തത് നീ ഒരിക്കലും മറക്കാത്ത സമ്മാനം നിനക്ക് ഞാൻ തരും. കാത്തിരുന്നോടാ ചീള് ചെക്ക. ഡാ മോനെ, എന്തെങ്കിലും നടന്നോടാ. അവളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാ ഞാൻ അവളുടെ വാലും തൂക്കി നടക്കുന്നവളെ മെല്ലെ മാറ്റിയത്. എല്ലാം നശിപ്പിച്ചത് ആ ചള്ള് ചെറുക്കനാ. അവൻ വിചാരിച്ച പോലെയല്ല. എൻ്റെ തല പൊട്ടിച്ചതും എൻ്റെ എല്ലാ കാര്യവും തടസ്സം ഇപ്പോൾ അവനാ. എന്താ എന്താ നീ പറഞ്ഞേ? അപ്പോൾ നീ വീണതല്ലേ മോനെ? അവൻ ഓരോന്നോർത്ത് മുന്നിലേക്ക് നോക്കി. മുറ്റത്ത് ഗീതുവിൻ്റെയും ദച്ചുവിൻ്റെ അടുത്ത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുവിനെ ക്രൂരമായി ഒന്ന് നോക്കി. ഭക്ഷണമെല്ലാം കഴിച്ച് അഗ്നിയും ദേവാനിയും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പോകുമ്പോൾ അപ്പുവിനെയും ദച്ചുവിനെയും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി നോക്കി. ദച്ചു മുറിയിൽ കയറി ഗീതും അവളുടെ കൂടെ ഇരുന്നു. ആദമിനെ വിളിച്ചു. ഹലോ ഇച്ചായ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? ജനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അവളെ വീട്ടിലാക്കി. കാലിൽ ചെറിയ ചതവുണ്ട്. ഒരാഴ്ച ഫുൾ റെസ്റ്റ് പറഞ്ഞു. ആദം പറയുന്നത് കേട്ട് ദച്ചു ഗീതുവിനെ നോക്കി. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഇരിപ്പുണ്ടവൾ. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ കെട്ടാൻ പോകുന്നവൻ നിന്റെ കൂട്ടുകാരി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിരുന്നു അവരുടെ നിശ്ചയിച്ച എൻഗേജ്മെന്റ്. എന്തായാലും ഒരാഴ്ച കൂടെ നീട്ടും. അയ്യോ, ഹേയ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചോ? റിച്ചായൻ കഴിച്ചോ? ഇല്ല, ഞങ്ങളിപ്പോൾ വീട്ടിലെത്തും. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ് ഇല്ല, അവരൊക്കെ പോയി. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി ഇച്ചായ. ദച്ചു ഫോൺ വെച്ചതും ഡി, അവൾക്ക് വല്ലതും പറ്റിയോ? അവളെ കെട്ടാൻ പോകുന്നവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. ചെല്ല അങ്ങോട്ട്. അടുത്ത ആഴ്ചത്തെ അവരുടെ എൻഗേജ്മെന്റ് മാറ്റിവെച്ചു. നിനക്ക് സമാധാനമായല്ലോ ഇപ്പോൾ? ദച്ചു, നീയും കൂടി ഇങ്ങനെ പറയില്ല ദച്ചു. ഞാൻ പറയുന്നതാണ് കുറ്റം. അത് പിന്നെ എന്ത് അഭിനയമായിരുന്നു. താമര പറിച്ചു കൊടുക്കുന്നു, കയ്യിൽ പിടിച്ച് നടക്കുന്നു. അപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. അല്ല, നീ എന്താ ആദമിനോടൊന്നും പറയാഞ്ഞേ? ഇന്ന് അഗ്നി മുറിയിൽ കയറി വന്നത്. എൻ്റെ ഗീതു, അമ്മ അങ്ങേരെ അടിച്ച അടി കാണാമായിരുന്നു. ഇതറിഞ്ഞ അഗ്നി കെട്ടിത്തൂക്കും. അങ്ങനെ ഇച്ചായനെ ഇപ്പോൾ കൊലയാളിയാക്കേണ്ട. മാത്രമല്ല ഇച്ചായൻ ഉടനെ വീട്ടുകാരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ. അപ്പോൾ അവിടം വരെ ആയോ കാര്യങ്ങൾ? ആദ്യം എന്തായിരുന്നു? ഒന്ന് പോ ഗീതു. കൊച്ചു വർത്തമാനവും പറഞ്ഞ് അന്നത്തെ ദിവസം ഗീതുവും അവളുടെ കൂടെ കൂടി. അടുത്ത ദിവസം ഓഫീസിൽ പോകും വഴി പെട്ടെന്ന് ഒരു കൊറോള കാർ വന്ന് മുന്നിൽ നിന്നു. ദച്ചു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. വീഴാൻ പോയെങ്കിൽ ബാലൻസ് ചെയ്ത് നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡേവിയെ കണ്ട് ദച്ചുവും ഗീതും ഒന്ന് പരസ്പരം നോക്കി. ഹായ്, എന്നെ അറിയോ? ഒരു ചിരിയോട് ചോദിക്കുന്നവനെ ഒന്ന് നോക്കി ശേഷം ചെറിയൊരു പുഞ്ചിരി നൽകി. അന്ന് എൻ്റെ വഴിയുടെ മുന്നിൽ ചാടിയ കക്ഷിയെ അന്ന് കണ്ടപ്പോൾ പരിചയപ്പെടാമെന്ന് കരുതി. തൻ്റെ പേരെന്താ? ദക്ഷ. വാവ്, നൈസ് നെയിം. എനിവേ, കണ്ടതിൽ സന്തോഷം.
അന്നത്തെ പോലെ ആരുടെ വണ്ടിയുടെ മുന്നിലും ഇനി പോയി വീഴണ്ട. എന്നാ പോട്ടെ, ബായ്. അത്രയും പറഞ്ഞ് ദച്ചുവിനെ നേരെ കൈ നീട്ടിയതും ഒന്ന് മടിച്ചു നിന്നു. ഹേയ് ദക്ഷ, ഒരു ഷേക്കിൻ്റെ താടോ. ഒന്നുമില്ലേ, ഞാനൊന്ന് ബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ വണ്ടിക്കടി കിടക്കേണ്ട കക്ഷിയാ. അതിനൊരു നന്ദിയെങ്കിലും കാണിക്കടോ. ചിരിയോടെ പറയുന്നതിനെ നോക്കി അവളും ഷേക്കാൻ നൽകി. തൻ്റെ കൈകളിൽ അവളുടെ കൈകൾ ചേർന്നതും എല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്ന ഡെവി. ആ സ്പർശനം അത്രത്തോളം തന്നെ അവളിലേക്ക് ആകർഷിക്കുന്ന പോലെ തോന്നി അവന്. അവൻ്റെ നോട്ടം കാണേ ഗീതു ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ദച്ചുവിന് ചെറിയ അസ്വസ്ഥത തോന്നി. എന്നാൽ ഞങ്ങൾ പോട്ടെ. പെട്ടെന്ന് സ്വബോധം വന്ന പോലെ ഡെവി ഒന്ന് ഞെട്ടി. ആ ആ ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബായ്. അത്രയും പറഞ്ഞ് തിരിഞ്ഞ് കാറിൽ കയറി മുന്നോട്ട് പോയി. ഡി, അങ്ങേരുടെ നോട്ടം അതത്ര പന്തിയായി തോന്നില്ലല്ലോ. അത് നമ്മൾ നോക്കേണ്ട. അന്ന് അയാളെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് ചാടി. അത് പോട്ടെ, അയാളുടെ പേരെന്താ? അന്ന് എന്തോ അയാളുടെ അമ്മ വിളിക്കുന്നത് കേട്ടു. ഓർമ്മയില്ല. അതെന്തിനാ ഇപ്പോൾ നമ്മൾ നോക്കുന്നേ? നമുക്ക് പോവാം. അതും പറഞ്ഞ് സ്കൂട്ടി മുന്നോട്ടെടുത്തു. ദേവി അവളുടെ കൈകളിൽ കൈചേർത്ത തൻ്റെ കൈപ്പത്തി ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ദക്ഷ. ദച്ചുവും ഗീതും ഓഫീസിലെത്തിയതും കണ്ടു മുന്നിൽ നിൽക്കുന്ന ജെനിയെ. കൂടെ ഒരാൾ കൂടെ നിൽക്കുന്നത് കണ്ടതും ദച്ചുവും ഗീതും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശേഷം അവരുടെ അടുത്തേക്ക് നടന്നു. ഗീതു ദച്ചുവിൻ്റെ പിറകിലേക്ക് മറിഞ്ഞു നിന്നു. നിങ്ങളെക്കാതെ നിൽക്കുമായിരുന്നു ജോണിച്ചായ. ഇതാ ദക്ഷ. പിന്നെ അത് മനസ്സിലായി. എൻ്റെ പെണ്ണിൻ്റെ കാലിങ്ങനെ ആക്കിയവളല്ലേ. അവൻ്റെ പരുക്കൻ ശബ്ദം കേട്ട് ഗീത ഒന്ന് ഉമിനീറിറക്കി. ജോണി ഗീതുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഡി. ഗീതു മുന്നിലായി നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി. നീ ഡെന്നിക്ക് പറ്റിയ മുതൽ തന്നെയാണല്ലോ. കുരുത്തക്കേട് നല്ലോണം കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഇവൾ. അതും എൻ്റെ പെണ്ണിനോട്. അല്ലടി, അത് പിന്നെ ഞാൻ അറിയാതെ. നിന്ന് പരുങ്ങേണ്ട. അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞേ കൊച്ചേ. അല്ലാതെ ഇനിയും അത് പറയാതിരുന്നാൽ ഇവളെപ്പോലെ ആവണം എല്ലാവരും എന്നില്ല. പിന്നെ ഇരുന്ന് മുങ്ങിയിട്ടൊന്നും കാര്യമില്ല കൊച്ചേ. അപ്പോൾ ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ? സോറി ചേട്ടാ, ഞാൻ അറിയാതെ തെറ്റുപറ്റി. ജെനി സോറി. കൊച്ചുകുട്ടിയെ പോലെ പറയുന്ന പോലെ കാണേ ജോണിയും ജെനിയും ചിരിച്ചു. എൻ്റെ ഗീതു, നിന്നെ കൊണ്ട് സോറി പറയിക്കാനല്ല. വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തായിരുന്നു. അത് മാറ്റി. അതിന് ശേഷമുള്ള ഞായറാഴ്ചത്തേക്ക്. അന്നെന്തായാലും രണ്ടുപേരും വരണം. അതിലൊരു എക്സ്ക്യൂസും പറയരുത്. അത് കേട്ടതും ഗീതുവും ദച്ചും അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ വരാം. എന്നാൽ ഇനി ഞങ്ങൾ പോട്ടെ. ഞാൻ ലീവ് എടുത്തേക്കുവാ. നടക്കാൻ നല്ല ബുദ്ധിമുട്ടാ. എന്നാൽ കാണാം. യാത്ര പറഞ്ഞവർ ഇറങ്ങി. ദച്ചുവും ഗീതും അവരുടെ വർക്കുള്ളിലേക്ക് തിരിഞ്ഞു. ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഡെന്നി ഇറങ്ങി. കൂടെ ഗീതുവുമുണ്ട്. ഗീതു ഇടയ്ക്കിടയ്ക്ക് ഡെന്നിയെ നോക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ടിട്ടും മുഖത്തെ ചിരി മറച്ചു വെച്ച് ഫയലിലേക്ക് മിഴികൾ താഴ്ത്തി നിന്നു അവൻ. ഇങ്ങേരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇനി മറ്റേ പുള്ളി പറഞ്ഞ പോലെ വേറെ പലവളന്മാരും വരുമോ? ഹേയ്, അന്ന് എന്നോട് എല്ലാം പറയാനാണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. വെറുതെ അങ്ങോട്ട് കയറി ഇങ്ങ് ചൊറിഞ്ഞാലോ? വേണ്ട, ചിലപ്പോൾ കടിച്ചു കയറും. ഓരോന്ന് സ്വയം ആലോചിക്കുന്നവളുടെ മുഖഭാവങ്ങൾ ഓരോന്നും നോക്കിക്കണ്ട ഭാവം ഇല്ലാതെ നിന്നു അവൻ. ഒരു കമ്പനിയുടെ മുന്നിൽ വണ്ടി നിർത്തിയതും ഡെന്നി പുറത്തേക്കിറങ്ങി. ഗീതും പുറത്തേക്കിറങ്ങി. ഡെന്നിയുടെ പിറകെ നടന്നു. 2-3 മണിക്കൂറുകൾ ശേഷം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഡെന്നി ഡ്രൈവറെ പറഞ്ഞു വിട്ടു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഗീതു അവനെ നോക്കി കയറാൻ മടിച്ചു നിന്നു. ഡീ, കയറടി കോപ്പേ. അതോ നീ ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? അവൻ്റെ മുറുകിയ സംസാരം കേട്ട് ബാക്ക് ഡോർ തുറക്കാൻ നോക്കിയതും ഡീ, ഞാൻ നിന്റെ ഡ്രൈവറല്ല, വന്ന് ഫ്രണ്ടിൽ കയറടി. ദേഷ്യത്തോടെ നോക്കുന്നതിനെ കണ്ട് വേഗം ബാക്ക് ഡോർ അടിച്ച് ഫ്രണ്ടിൽ കയറിയിരുന്നു അവൾ. അവളെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്തു. ഡെന്നി വണ്ടി നേരെ ബീച്ചിലേക്ക് വിട്ടു. പരന്നു കിടക്കുന്ന കടലിലേക്ക് നോക്കി അല്പനേരം നിന്നു. ഇങ്ങേര് കടല് കാണാൻ വന്നതാണോ? ഗീതു അവൻ്റെ പിറകെ പോയി നിന്നു. ഡെന്നിയും തിരിഞ്ഞു ഗീതുവിനെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അവൾ തലതാഴ്ത്തി നിന്നു. ഡി, ഇങ്ങോട്ട് നോക്കടി. ഗീതു തല ഉയർത്തി അവനെ നോക്കി. ഞാൻ ചോദിക്കുന്നതിനിപ്പോൾ എനിക്കൊരു മറുപടി കിട്ടണം. ഇല്ലെങ്കിൽ ദാ അങ്ങോട്ട് നോക്ക്. കടലിലേക്ക് ചൂണ്ടി അവൻ. ആ നിരന്ന് കിടക്കുന്ന കടലിലേക്ക് തൂക്കിയെറി നിന്നെ ഞാൻ. ഗീതു പകച്ച അവനെ നോക്കി. ജെനിയെ വീഴ്ത്തിയതിനുള്ള വഴക്കാവും കരുതി അവൾ തല താഴ്ത്തി. കണ്ണും തിരുമ്മി വാവിട്ട് കരയുന്നവളെ കണ്ട് ഡെന്നി വാ പൊളിച്ച് ചുറ്റും നോക്കി. എൻ്റെ കർത്താവേ, എന്തു പറയുമ്പോഴും അവളുടെ ഒരു കള്ളക്കരച്ചിൽ. ഡി, നിർത്തടി. വീണ്ടും കരയുന്നവളെ കാണേ. നിർത്തടി കുട്ടി പിശാചേ. അവൻ്റെ തറച്ച കേട്ട് അവൾ വാപ്പൊത്തി പിടിച്ചു. ഇനി നിന്ന് മോങ്ങിയ പിന്നെ മറുത്തൊന്നും നോക്കില്ല. ആ കടൽ മുക്കി താഴ്ച നിന്നെ. കേട്ടോടി. ദേ ഇങ്ങോട്ട് നോക്ക്. ഗീതുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. 2 ദിവസം മുൻപ് നീ ആരുടെ കൂടെ ബൈക്കിൽ കയറി പോയത്? സത്യം പറഞ്ഞോണം. അത് എൻ്റെ ഏട്ടൻ്റെ കൂട്ടുകാരനാ. എന്നെ വീട്ടിലേക്ക് ആക്കി തരാൻ പറഞ്ഞു കൂടെ കൂട്ടിയതാ. ഇനി ഞാൻ അന്ന് ചോദിച്ചതിന് സത്യസന്ധമായൊരു മറുപടി ഇപ്പോൾ പറയണം. ഈ ഡെന്നി വർഗീസിൻ്റെ പാതിയായി വരാൻ നിനക്ക് സമ്മതമാണോ? അതോ ഇനി വല്ല നായരും നമ്പൂതിരിയും മതിയോ എന്നുണ്ടോ? ഗീതു അവനെ തന്നെ നോക്കി നിന്നു. ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നവളെ കാണേ ദേഷ്യം വന്നതും പറയടി. ആ അലർച്ച നിൽക്കും മുൻപേ അവൻ്റെ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെട്ടു.
ഡെന്നി നോക്കിയതും കണ്ടു. അവനെ ഇറുക്കി പിടിച്ച് അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി നിൽക്കുന്നോളെ എനിക്കിഷ്ടാ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നോളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവളെ ഇറുകി പിടിച്ചു. ഇതങ്ങ് നേരത്തെ പറയാറുന്നില്ല എൻ്റെ ഗീതു കൊച്ചേ. അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് നാണത്തോടെ പുഞ്ചിരിച്ചു. കൊച്ചേ, ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? ഒരു ചിരിയോടെ പറയുന്നവനെ നോക്കി. ചുറ്റും നോക്കി അവൾ വേഗം അവനിൽ നിന്നും മാറി നിന്നു. ഓ എൻ്റെ കർത്താവേ, അങ്ങനെ എൻ്റെ പെണ്ണിനെ നീ മനസ്സ് തുറപ്പിച്ചു. ഡെന്നി ആ മണലിലായിരുന്നു. ഗീതു അവനോട് ചാരി അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. തീരിലേക്ക് നോക്കി അവളെ ചേർത്ത് പിടിച്ചു. അല്പം കഴിഞ്ഞ് എൻ്റെ ഗീതു കൊച്ചിന് വിശക്കുന്നില്ലേ? ഒന്ന് മൂളിക്കൊണ്ട് തലകുലുക്കിയവൾ. എന്നാ വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വാ പോവാം. അതും പറഞ്ഞ് ഇരുവരും എഴുന്നേറ്റ് നടന്നു നീങ്ങി.